കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വോട്ടെണ്ണലിനെ സംബന്ധിച്ച് ഇപ്പോൾ ആർക്കും വലിയ ആകാംക്ഷയില്ല. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ എല്ലാവരും തല പോയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുമൊക്കെ നൽകുന്ന സൂചന വ്യക്തമാണ്. UDFൻ്റെ മന്ത്രിസഭയായിരിക്കും, കോൺഗ്രസ് ആയിരിക്കും നായക സ്ഥാനത്തുണ്ടായിരിക്കുക. ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും, അല്ലെങ്കിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയായിരിക്കും, അതുമല്ലെങ്കിൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള മഹാനായ KC വേണുഗോപാലായിരിക്കും അടുത്ത കേരള മുഖ്യമന്ത്രി. അപ്പോൾ ഈ നേതാക്കന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഈ കുട്ടി നേതാക്കന്മാരുണ്ടല്ലോ, അവർ പലവിധ കുസൃതികളും ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുൻ ജില്ലാ ഭാരവാഹി, പാലക്കാട് ജില്ലാ ഭാരവാഹിയല്ല, തൃശ്ശൂർ ജില്ലാ ഭാരവാഹി, പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ കളഭം കൊണ്ട് തുലാഭാരം നേർന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി. ഇതിന് പാപം എന്ത് ആണ് നമ്മൾ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏമൂർ ഭഗവതിക്ക് ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. എന്തുവാകട്ടെ, ഈ ഭക്തൻ ഭഗവതിയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും അവിടെ വഴിപാടായിട്ട് നേരുകയും ചെയ്തിട്ടുള്ളത് കളഭം കൊണ്ട് തുലാഭാരമാണ്. തുലാഭാരം എന്താണെന്ന് ഇത് കാണുന്നവർക്ക് മിക്കവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. തുലാഭാരത്തിന് 2 തട്ടുകളാണുള്ളത്. ഒരു ഭാഗത്ത് ആളിരിക്കും, മറ്റേ തട്ടിൽ നമ്മൾ എന്തുകൊണ്ടാണ് തുലാഭാരം നേർന്നതെന്ന് വെച്ചാൽ ആ സാധനം വയ്ക്കും. അത് എള്ളുകൊണ്ടാവാം, പഞ്ചസാര കൊണ്ടാവാം, കദളിപ്പഴം കൊണ്ടാകാം, ശർക്കര കൊണ്ടാകാം, എന്തുകൊണ്ടുമാകാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് താമരപ്പൂ കൊണ്ടാണ് അദ്ദേഹത്തിന് തുലാഭാരം നടത്തിയത്. അതിനുവേണ്ടി എത്ര കിലോ താമരപ്പൂ വേണ്ടി വന്നു എന്നൊന്നും ഞാനിപ്പോൾ ഓർക്കണില്ല. ഏതായാലും താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്താം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ പല സംഗതികളുണ്ടാകും. ഇവിടെ കളഭം കൊണ്ടാണ് തുലാഭാരം നേർന്നിട്ടുള്ളത്. ഈ ഏമൂർ ക്ഷേത്രത്തിന് വേറൊരു പ്രാധാന്യമുണ്ട്. അവിടെ കൈപ്പത്തി പ്രതിഷ്ഠയാണ്. മാത്രമല്ല 1979 കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അവിടെ കണ്ട ഈ കൈപ്പത്തി പ്രതിഷ്ഠ കണ്ടിട്ടാണ് കോൺഗ്രസിലെ I ഗ്രൂപ്പിന് കൈപ്പത്തി ചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്ത് എന്നൊരു സംഭവമുണ്ട്. കരുണാകരനാണ് ഇന്ദിരാഗാന്ധി അവിടെ കൊണ്ടത് തൊഴുവിച്ചത് എന്നുണ്ട് ചരിത്രം. ഏതായാലും ഈ ചരിത്രം അറിഞ്ഞിട്ടാണോ അല്ലോ എന്ന് എനിക്കറിയില്ല. KC വേണുഗോപാലിന് കളഭം കൊണ്ട് തുലാഭാരം നടത്താൻ മലയാളികളായ നമുക്ക് ഭാഗ്യമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ആ സുദിനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ കാത്തിരിക്കും. ഈ തുലാഭാരത്തിന് പിന്നെയും ഉണ്ട് പല കഥകളും. സാധാരണ ഹിന്ദുക്കളാണ് തുലാഭാരം നടത്താറുള്ളത്, ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ക്രൈസ്തവർക്കും തുലാഭാരം നടത്താം എന്ന് കാനൂൺ നിയമത്തിലില്ല, എന്നാലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യൻ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താൻ തകരാറൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ശ്രീമതി പത്മജ വേണുഗോപാൽ പണ്ട് KTDC ചെയർപേഴ്സണായിട്ട് നിയമിക്കപ്പെട്ടതിനെ തുടർന്ന് കൊരട്ടിയിൽ പ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ വന്ന് പൂവങ്കോല സമർപ്പിച്ച സംഭവമുണ്ടായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മദ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് സ്പീക്കറായ സമയത്ത് അദ്ദേഹവും കൊരട്ടി ദേവാലയം സന്ദർശിച്ച് കൊരട്ടിമുത്തിക്ക് പൂവങ്കോല സമർപ്പിക്കണ്ടായി. MP രാജേഷിന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് മാത്രമേ വിലക്കുള്ളൂ. അദ്ദേഹത്തിന് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോകുന്നതിനോ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അതാണ് CPMൻ്റെ മതേതരത്വം. അത് നിൽക്കട്ടെ. ഇനി ഇടതുപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ തുലാഭാരം നടത്തിയ ഒരാളുണ്ട്. അത് 2006 CPI നേതാവായിരുന്ന സാക്ഷാൽ ജോസ് ബേബിയാണ്. ജോസ് ബേബി മണ്ണാർക്കാട്ട് നിന്ന് ജയിച്ചപ്പോൾ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തുലാഭാരം നടത്തി. ശർക്കര കൊണ്ടായിരുന്നോ അതോ പഞ്ചസാര കൊണ്ടായിരുന്നോ ഞാനിപ്പോൾ ഓർക്കണില്ല. മാധ്യമം പത്രത്തിലാണ് ഇത് സംബന്ധിച്ച വാർത്ത വന്നത്. CPI നേതാവിന് CPI MLAക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരം. ഇത് വല്ലവരും കണ്ടാൽ ജനങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി പുലരുവാൻ 7:30 രാവുള്ളപ്പോഴാണ് ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പാണ് അവിടെ ഒന്ന് തുലാഭാരം നടത്തി. പക്ഷേ എന്നിട്ട് ചില ബുദ്ധികളത് കണ്ടുപിടിച്ചു, മാധ്യമത്തിൽ വാർത്തയുമായി. വാർത്ത പത്രത്തിൽ വന്നപ്പോൾ ജോസ് ബേബിക്കും ബുദ്ധിമുട്ടായി. പുള്ളി പറഞ്ഞു, ഞാൻ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ജാതിയില്ല, മതമില്ല, ദൈവവുമില്ല. എൻ്റെ മണ്ഡലത്തിലുള്ള എൻ്റെ ചില ആരാധകർ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നടത്തണമെന്ന് പ്രാർത്ഥിച്ചു. കഷ്ടകാലത്തിന് ഞാൻ ജയിച്ചു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഗുരുവായൂരപ്പൻ കോപിച്ചാലും നമ്മുടെ ആരാധകർ
വിഷമിച്ചാലോ എന്ന് പേടിച്ച് ഞാൻ തുലാഭാരം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ജാഗ്രത കുറവായിട്ട് കണക്കാക്കുന്നു. അത് മന്നിച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നം തീർന്നു. ജോസ് ബേബിയെ മന്ത്രിയാക്കിയില്ല, അദ്ദേഹത്തെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കി എന്നാണ് ചരിത്രം. അതാണ് CPIയിലെ അല്ലെങ്കിൽ CPMലൊക്കെ ഉള്ള ഈ തുലാഭാരത്തിൻ്റെ പൂവൻകൊലയുടെയൊക്കെ രീതിശാസ്ത്രം. ഇതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കഥയുണ്ട്. അത് സാക്ഷാൽ KB തോമസിൻ്റെയാണ്. 2001 എറണാകുളത്ത് നിന്ന് ജയിച്ചതിനെ തുടർന്ന് തോമസ് മാഷ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തി. തുലാഭാരം വളരെ ഗംഭീരമായിട്ട് നടന്നു. പത്രത്തിൽ പടവും വന്നു. തോമസ് മാഷ് ഈ തുലാഭാരം നടത്തുന്നത് ജോസ് ബേബി നടത്തുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ജോസ് ബേബി നടത്തുന്നത് ആരും അറിയാതെ, ഫോർ പീപ്പിൾസ് അറിയാതെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മറിച്ച് തോമസ് മാഷ് ഇത് ചെയ്യുന്നത്, ഇത് കണ്ടിട്ട് പുള്ളിയുടെ ഖ്യാതി വർദ്ധിക്കണം, പുള്ളിയുടെ മതേതര പ്രതിച്ഛായ ഒന്നുകൂടി വിപുലമാകണം എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ തോമസ് മാഷ് തുലാഭാരം നടത്തുകയും പടം പത്രത്തിൽ വരികയും ചെയ്തു. ആ സമയത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ മാറാട് കലാപമൊക്കെ ഉണ്ടായതിന് ശേഷം മാഷപ്പം മന്ത്രിയാണ്, ടൂറിസം മന്ത്രിയാണ്. മാർസിസ്റ്റുകാർ ഇദ്ദേഹത്തിൻ്റെ ഈ തുലാഭാര തട്ടിലിരിക്കുന്ന പടം പോസ്റ്ററായിട്ട് അച്ചടിപ്പിച്ച് നാട്ടിലെമ്പാടും പതിപ്പിച്ചു. കലൂര് ഞങ്ങളുടെ വക്കീലാഫീസിൻ്റെ മുമ്പിലേക്ക് ഇത് ഒട്ടിച്ചതിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ തോമസ് മാഷ് തുലാഭാര തട്ടിലിരിക്കുന്നു, അതിൻ്റെ ചൂടെ ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്, മറ്റ് ദൈവങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ നരകത്തിൽ പോവും എന്ന ദൈവവചനം അച്ചടിച്ചു. അടിയിൽ CPMൻ്റെ പ്രത്യേകമായ പരസ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതാരാണ് അടുപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പല തമാശകളും നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ട്. ഇനിയുള്ള തമാശകൾ ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കൂടെ അവസാനിപ്പിക്കാം. KB തോമസ് മാഷിനെ കുറിച്ച് തുലാഭാരം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ജോസ് ബേബിക്ക് വേണമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഗുണമുണ്ട്. അതെന്ന് വെച്ചാൽ ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്തും തുലാഭാരം നടത്താനുള്ള സംവിധാനമുണ്ട്. കാരണം അഹിന്ദുക്കളായ ഒരുപാട് പേര് അവിടെ തുലാഭാരം മറ്റ് വഴിപാടുകളൊക്കെ നടത്താൻ വരുന്നുണ്ട്. ഗുരുവായൂരപ്പനെ സംബന്ധിച്ചുള്ള പുള്ളിക്ക് ഈ അഹിന്ദുക്കൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതിനെ എതിർപ്പുള്ളൂ. ക്ഷേത്രത്തിന് പുറത്ത് വന്ന് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിന് പുള്ളിക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ട് തുലാഭാരം മതിൽക്കെട്ടിന് പുറത്ത് നടത്താൻ സൗകര്യവും സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതല്ലാതെ ക്രൈസ്തവർക്ക് സ്വന്തം നിലയ്ക്ക് തുലാഭാരം നടത്താൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് ചൊവ്വര എന്നൊരു സ്ഥലമുണ്ട്. പണ്ടുകാലത്ത് കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ചൊവ്വര. ഈ ചൊവ്വരയിൽ ഔസേപ്പ് പുണ്യാളൻ്റെ പ്രസിദ്ധമായ ഒരു ദേവാലയമുണ്ട്. ഔസേപ്പ് പുണ്യാളന് ഉറങ്ങുന്ന രൂപത്തിൽ ഉള്ള പ്രതിഷ്ഠയാണ് അവിടെ എന്ന് കേൾക്കുന്നു. സത്യം പറഞ്ഞാൽ വീടിൻ്റെ അടുത്താണെങ്കിലും എനിക്ക് ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അടുത്തൊരു ദിവസം പോകണം എന്ന് വിചാരിക്കുന്നു. ഔസേപ്പ് പുണ്യാളൻ്റെ പള്ളിയിൽ ക്രൈസ്തവർക്കും തുലാഭാരം നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സമീപകാലത്ത് തുടങ്ങിയതാണ്. ഏതായാലും ഈ അവസരം ഇത് കാണുന്ന എല്ലാവരും, ക്രൈസ്തവരും അക്രൈസ്തവരും ഉപയോഗപ്പെടുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ മഹാനായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടുത്ത മന്ത്രിസഭയിലുണ്ടാകും. അദ്ദേഹം മന്ത്രിയാവുന്നതിനെ തുടർന്ന് ചൊവ്വര പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ സ്വീകരണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഔസേപ്പ് പുണ്യാളൻ്റെ പള്ളിയിൽ ഇദ്ദേഹത്തിൻ്റെ തുലാഭാരം നടത്തുകയും അതോടുകൂടി ഈ ചൊവ്വര തുലാഭാരം അഖില കേരള പ്രസിദ്ധമല്ല, അഖില ലോക പ്രസിദ്ധമാകും എന്നുമാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം, എൻ്റെ പ്രത്യാശ, എൻ്റെ പ്രാർത്ഥന. അപ്പോൾ സണ്ണി ജോസഫിന് ചൊവ്വരയ്ക്ക് സ്വാഗതം. മറ്റുള്ളവരും മടിച്ചു നിൽക്കേണ്ടതില്ല. മാത്യു കുഴൽനാടനെ പോലെ, അതുപോലെ നമ്മുടെ സ്ഥല MLA അല്ല, എന്നാൽ തൊട്ടടുത്ത മണ്ഡലത്തിലെ MLA ആയിരിക്കുന്ന റോജി M. ജോൺ അടക്കമുള്ളവരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണം. മന്ത്രിമാരാകാൻ ആഗ്രഹമുള്ളവരും താല്പര്യമുള്ളവരും ചൊവ്വരയിലെ ഔസേപ്പ് പുണ്യാളന് തുലാഭാരം നേരുന്നത് ഏത് നിലയ്ക്ക് നന്നായിരിക്കും. ഇനിയിപ്പോൾ മന്ത്രിയായി കഴിഞ്ഞാൽ ഒരു തുലാഭാരം നടത്തുന്ന ചിലവുള്ളൂ. മന്ത്രി ആയില്ലെങ്കിൽ പ്രത്യേകിച്ച് നഷ്ടവുമില്ല. ഏതായാലും എല്ലാ സത്യവിശ്വാസികൾക്കും എൻ്റെ അഗൈതവുമായ അഭിവാദ്യങ്ങൾ.